കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ആരാധനയുടെ മധ്യത്തിൽ വീണ്ടും മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിലേക്ക് നമ്മളെ കൂട്ടിവരുത്തുന്ന ദൈവത്തിൻ്റെ വലിയ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്നോട് അടുപ്പിച്ചിട്ടല്ലാതെ നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ സാധ്യമല്ല. ക്രൂശിൽ കർത്താവിനെ പിതാവാം ദൈവം ഉയർത്തി. ആ ഉയർത്തപ്പെട്ട ക്രിസ്തുവിലൂടെ പിതാവ് ലോകത്തിലെ സകല മനുഷ്യരെയും ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കുക. പിതാവ് ക്രൂശിലൂടെ സകല ജനത്തെയും ആകർഷിക്കും. അങ്ങനെ ആകർഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമുക്കുമായിരിക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ മഹാഭാഗ്യത്തിനായി സ്തോത്രം. ക്രൂശിലൂടെ അല്ലാതെ നമുക്ക് പിതാവാം ദൈവത്തോട് അടുക്കുവാൻ സാധ്യമല്ല. ക്രിസ്തുവിലൂടെ അല്ലാതെ പിതാവാം ദൈവത്തോട് അടുക്കുവാൻ നമുക്ക് സാധ്യമല്ല. ആ ദൈവത്തെ ആരാധിപ്പാനുള്ള മഹാഭാഗ്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ആ സൗഭാഗ്യം ഈ ഭൂമിയിലും നിത്യതയിലും നമുക്ക് അപ്രകാരമായിരിക്കാൻ കഴിയും. അളവു നൂൽ നമുക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അത് ആർക്കും നമ്മിൽ നിന്ന് അപഹരിച്ച് കളയുവാൻ കഴിയുന്നതല്ല. അങ്ങനെ ദൈവത്തോടു കൂടിയുള്ള ആ സംസർഗം ഈ ഭൂമിയിൽ ആരംഭിച്ച് നിത്യതയിൽ എന്നേക്കുമായി തുടരപ്പെടുന്ന ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. കർത്താവ് ഈ ഭൂമിയിൽ ആയിരിക്കുന്ന സമയങ്ങളിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണുവാൻ, വിടുതലുകൾ അനുഭവിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, അങ്ങനെ നിരവധി ആൾക്കാർ കർത്താവിനെ പിൻഗമിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ കർത്താവിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളിൽ അവനെ കൊടുക്കേണ്ടുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ കർത്താവിൻ്റെ പുറകെ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഒരു വളരെ ചുരുങ്ങിയ കൂട്ടം ആൾക്കാർ കർത്താവിനെ ശിഷ്യഗണത്തിൽ കർത്താവിനെ അനുഗമിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ വലിയൊരു കൂട്ടം ആൾക്കാർ ദൈവത്തിൽ നിന്നുള്ള ഭൗമികമായ അനുഗ്രഹങ്ങൾ ലഭിക്കേണ്ടുന്നതിന് കർത്താവിനെ അനുഗമിക്കുന്നത്, വാക്കിൽ കൊടുക്കേണ്ടുന്നതിന് കർത്താവിനെ അനുഗമിക്കുന്ന പരീശന്മാരും മാറോട് ചാഞ്ഞിരിക്കുവാൻ ആഗ്രഹിച്ച ശിഷ്യഗണത്തെയും നമുക്ക് കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അനുഗ്രഹങ്ങൾ അനുഭവിച്ചവർ ഒന്നും തന്നെ ജീവന്റെ വചനങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുന്ന സമയത്തിൽ അവിടെ കാണുന്നതായിട്ട് നമ്മൾ വചനത്തിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നു. പരീശന്മാർ കർത്താവിനെ വാക്കിൽ കൊടുക്കേണ്ടുന്നതിന് നോക്കുകയും അവരുടെ ഉന്നത അധികാരങ്ങളിലേക്ക്, മഹാപുരോഹിതന്മാരുടെ അടുക്കലേക്ക് പോലും കർത്താവിനെ കുറിച്ച് അവരെന്ത് ചെയ്യുന്നു, പല കാര്യങ്ങളും കർത്താവിന് ദോഷം ഉണ്ടാകത്തക്ക രീതിയിൽ അവർ ഡിസ്കസ് ചെയ്യുന്നതായിട്ടും, തുടർമാനമായി നമ്മൾ വചനത്തിലൂടെ പോകുമ്പോൾ നമുക്ക് അന്തിമമായി ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെടേണ്ടുന്നത് മഹാപുരോഹിതന്റെ അനുമതിയോടുകൂടി സകല ജനവും കർത്താവിനെ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിച്ചതും അങ്ങനെ ഒരു കൂട്ടം ജനം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ മാറോട് ചാഞ്ഞിരുന്ന ശിഷ്യഗണത്തെയും നമുക്ക് കാണാനായിട്ട് കഴിയും. യോഹന്നാൻ യേശുവിൻ്റെ മാറിൽ ചാഞ്ഞിരുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിനെ അനുഗമിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ ആ ശിഷ്യഗണത്തിൻ്റെ കൂട്ടത്തിലായിരിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യം തുടങ്ങി വായിക്കുമ്പോൾ, യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യമാണ്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. കർത്താവ് ശിഷ്യന്മാരോട്, ഈ ജനം എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ അവർ തിരിച്ച് പ്രതികരിച്ചത്, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, മറ്റു ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു എന്നവർ പറഞ്ഞു. അപ്പോൾ കർത്താവ് ആ വിഷയം വിട്ടിട്ട് അവരോട് ചോദിക്കുകയാണ്, ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ഒരാളാണ് വളരെ വേഗത്തിൽ മറുപടി പറയുന്നത്. അത് ശീമോൻ പത്രോസാണ്.
ശിമോൻ പത്രോസ് കർത്താവിനോട് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിനെ അനുഗമിക്കുന്ന കൂട്ടത്തിൽ ശിഷ്യന്മാരുടെ ഇടയിലും വളരെ വേഗത്തിൽ യേശു ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനോട് സംസാരിച്ചത് പത്രോസാണ്. നീ ആരാകുന്നു? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് വളരെ വ്യക്തമായി പത്രോസ് കർത്താവിനോട് പറയുക. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ആ സമയം ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് കർത്താവിനെ തന്നെ എല്ലാവരുടെ മുമ്പിൽ താൻ ആരാണെന്ന് എന്ത് ചെയ്തിട്ടില്ല, വെളിപ്പെടുത്തിയിട്ടില്ല. വെളിപ്പെടുത്തിയിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല. കർത്താവ് താൻ ആരാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്താതിരിക്കുമ്പോൾ കർത്താവ് ചോദിച്ച ചോദ്യത്തിൽ യേശു ആരാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പത്രോസിന് വ്യക്തമായ ബോധ്യമുണ്ടായി. യേശുവിന്റെ അടുക്കലേക്ക് വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ ലഭിക്കേണ്ടതിന് വേണ്ടി വന്ന ഒത്തിരി ജനമുണ്ട്. അവൻ ആരാണെന്ന് അവരറിഞ്ഞിരുന്നില്ല. പരീശന്മാർ യേശു ആരാണെന്നും അറിഞ്ഞിരുന്നില്ല. ജനം ആരാണെന്ന് അറിഞ്ഞിരുന്നില്ല. ശിഷ്യഗണത്തിൽ പോലും പത്രോസാണ് യേശു ആരാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഒരൊറ്റ ഉത്തരത്തിൽ പ്രതികരിച്ചത്. ഹല്ലേലൂയ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ യേശു അവനോട്, ബറിയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ. ഗ്ലോറി ടു ഗോഡ്. ആരാണ് ഭാഗ്യവാൻ എന്നുള്ളൊരു ചോദ്യം അവിടെ വരികയും ആരാണ് ഭാഗ്യവാൻ എന്നുള്ള ഉത്തരം കർത്താവ് വെളിപ്പെടുത്തുകയും ചെയ്യണം. ഈ ഭൂമിയിൽ ആരാണ് ഭാഗ്യവാൻ എന്നുള്ളൊരു ചോദ്യം ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള ശരിയായ വെളിപ്പാട് ലഭിച്ച ഒരു വ്യക്തിയെ കുറിച്ച് കർത്താവ് തന്നെ പറയുകയാണ്, നീയാണ് ഭാഗ്യവാൻ. ലോകത്തിൽ വ്യത്യസ്തമായ ഭാഗ്യ കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് കാണാൻ കഴിയുന്നു. ആൾക്കാർ ഭാഗ്യകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതം എന്ത് ചെയ്യുന്നത്, മുമ്പിലോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ പാവപ്പെട്ട ഈ മീൻപിടുത്തക്കാരനായ ഈ മനുഷ്യൻ യേശുവിനെ എല്ലാ മനുഷ്യരും കാണുന്ന കൂട്ടത്തിൽ പത്രോസ് വ്യത്യസ്തമായ രീതിയിൽ യേശുവിനെ എന്ത് ചെയ്യുന്നു, കാണുന്നു. പലരും പല രീതിയിൽ യേശുവിനെ കുറിച്ച് കാണുമ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. കർത്താവ് പറഞ്ഞു, നീ ഭാഗ്യവാനാണ്. കാരണം നീ അറിയേണ്ടതുപോലെ എന്ത് ചെയ്തിരിക്കുന്നു, നീ അറിഞ്ഞിരിക്കുന്നു. യേശു ആരാണെന്ന് വ്യക്തമായി അറിയാനുള്ള വെളിപ്പാട് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വെളിപ്പാട് ലഭിച്ച വ്യക്തിയാണ് ഈ ഭൂമിയിൽ ഭാഗ്യവാൻ. ഭൂമിയിലുള്ള സകല ഭാഗ്യകരമായ കാണപ്പെടുന്ന കാര്യങ്ങളും ഒരു വ്യക്തിയുടെ മരണത്തോടുകൂടി എന്ത് ചെയ്യും, അവസാനിക്കുമ്പോൾ ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തിയുടെ ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത് നിത്യതയിലേക്ക് എത്തിച്ചേരുന്ന പ്രത്യാശയാണ്. നീ ഭാഗ്യവാനാകുന്നു. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നു. യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ജഡരക്തങ്ങളല്ല. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള ശരിയായ വെളിപ്പാട് എനിക്കോ നമുക്ക് ഓരോരുത്തർക്കോ ലഭിക്കണമെങ്കിൽ ഹല്ലേലൂയ, ജഡരക്തങ്ങൾക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സാധ്യമല്ല. ഗ്ലോറി ടു. ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് പിതാവായ ദൈവമത്രേ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നത്. യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള ശരിയായ വെളിപ്പാട് പിതാവായ ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കേണ്ടതാണ്. ആരെ കുറിച്ചിട്ടുള്ള വെളിപ്പാടാണ് നമുക്കിന്ന് ആവശ്യം? ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് നമുക്കിന്ന് ആവശ്യം. ഹല്ലേലൂയ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള വെളിപ്പാട് ലഭിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, നീ ഭാഗ്യവാൻ. ഗ്ലോറി ടു ഗോഡ്. ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ. ജനം ക്രിസ്തുവിനെ കുറിച്ച് വ്യത്യസ്തമായ രീതിയിലാണ് കർത്താവിനെ കാണുന്നത്. എന്നാൽ
അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യകരമായ ഒരു വ്യക്തി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. മറ്റൊരു ഭാഗത്തിലേക്ക് നമുക്ക് വരുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം. 14-ാമത്തെ അധ്യായത്തിൽ കർത്താവിന്റെ ക്രൂശ് മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരുമായി ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ 4-ാമത്തെ വാക്യം വരുമ്പോൾ, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. കർത്താവ് ക്രൂശ് മരണത്തിലേക്ക് പോകുന്ന കാര്യം, മരണത്തിനപ്പുറത്ത് നിന്ന് വീണ്ടും മടങ്ങി വരുന്ന കാര്യത്തെക്കുറിച്ച്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും മരണത്തിലേക്ക് പോവുകയും വീണ്ടും മടങ്ങി വരികയും ചെയ്തിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നു, കർത്താവ് പ്രസംഗിക്കുന്നു, കർത്താവ് അത് തെളിയിച്ച് കാണിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നും മരണത്തെ അതിജീവിക്കുവാനും കർത്താവിൻ്റെ മേൽ വ്യാപരിച്ച ആ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അവൻ ദൈവപുത്രൻ എന്ന ശക്തിയോടെ തെളിയിക്കപ്പെട്ടത് പുനരുദ്ധാനത്തിലാണ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ പുനരുദ്ധാനത്തിലേക്ക് പോകുന്നതിന് മുൻപ് കർത്താവ് ശിഷ്യന്മാരുമായിട്ട് സംസാരിച്ച കാര്യങ്ങളിൽ, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. 5-ാമത്തെ വാക്യം, തോമാസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ ഞങ്ങൾ അറിയും എന്ന് പറഞ്ഞു. നീ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴി സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ പിതാവിൻ്റെ അടുക്കൽ എത്തുന്ന കാര്യത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഗ്ലോറി ടു ഗോഡ്. പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള വഴി ഞാനാണ്. ഗ്ലോറി ടു ഗോഡ്. യേശു മുഖാന്തരമല്ലാതെ ആത്മാക്കളുടെ പിതാവിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനും സാധ്യമല്ല. യേശു മുഖാന്തരമല്ലാതെ, ഗ്ലോറി ടു ഗോഡ്, നിത്യതയിൽ എത്തിച്ചേരുവാൻ, നിത്യസ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുവാൻ ആർക്കും സാധ്യമല്ല. ഞാൻ മുഖാന്തരമല്ലാതെ ആരും തന്നെ പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ ഞാൻ തന്നെയാണ് പിതാവിൻ്റെ അടുക്കലേക്കുള്ള വഴി, ഞാൻ തന്നെയാണ് പിതാവിൻ്റെ അടുക്കലേക്ക് പോകാനുള്ള സത്യം, ഞാൻ തന്നെയാണ് നിത്യജീവൻ. ഈ നിത്യജീവൻ എന്നിലൂടെ അല്ലാതെ പിതാവിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരാൻ ആർക്കും കഴിയുകയില്ല എന്ന് കർത്താവ് തോമാസിനോട് എന്ത് ചെയ്യുന്നു? പറയുന്നു. ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. കർത്താവോടെ അവരോട് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെ നിങ്ങൾ അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു. യേശു പറയാണ്, ഇന്നു മുതൽ നിങ്ങൾ പിതാവിനെ അറിയുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അവനെ കണ്ടുമിരിക്കുന്നു. പിതാവിനെ അറിയുക മാത്രമല്ല, പിതാവിനെ ഭൂമിയിൽ ആയിരിക്കുന്ന കർത്താവിന്റെ ശിഷ്യഗണത്തിലുള്ളവരോട് കർത്താവ് പറയാണ്, നിങ്ങൾ പിതാവിനെ കണ്ടുമിരിക്കുന്നു. പത്രോസ് യേശുവിനെ കുറിച്ച് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശുവിനെ കുറിച്ച് ജനത്തിന് പൊതുവെ നൂറുകണക്കിന് കാര്യങ്ങൾ പറയാനുണ്ട്. വിശ്വാസികൾക്കും യേശുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ശരിയായി കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് തിരിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്തിൽ കർത്താവ് തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്താതെ തന്നെ കർത്താവ് എന്ത് ചെയ്തിരുന്നു? തന്നെ സൂക്ഷിച്ചിരുന്നു. ഗ്ലോറി ടു ഗോഡ്. യഹൂദന്മാരുടെ ഇടയിൽ, പരീശന്മാരുടെ ഇടയിൽ, ശാസ്ത്രിമാരുടെ ഇടയിൽ, പുരോഹിതന്മാരുടെ ഇടയിൽ ഒക്കെ കർത്താവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അവരുടെയൊക്കെ മുമ്പിൽ തന്നെ കർത്താവിനെ വെളിപ്പെടുത്തിയിരുന്നില്ല. കർത്താവ് ആരാണെന്നുള്ള കാര്യം അവർക്കും എന്ത് ചെയ്തിട്ടില്ല? വെളിപ്പെട്ട് കിട്ടിയിരുന്നില്ല. ചുരുങ്ങിയ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ അതിൽ നിന്ന് പോലും പത്രോസിനാണ്
യേശു ആരാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി എന്ത് ചെയ്തിരുന്നേ, മനസ്സിലായി. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഇവിടെ വീണ്ടും കർത്താവ് മുമ്പിലോട്ട് വരുമ്പോൾ തോമാസ് ചോദിക്കുന്ന ചോദ്യത്തിന്റെ മുൻപിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ കാണുന്നുവെങ്കിൽ എന്നിലൂടെ നിങ്ങൾക്ക് ആരെയാണ് കാണാൻ കഴിയുന്നത്? പിതാവിനെ കാണാൻ കഴിയുന്നു എന്ന് പറയുന്ന സന്ദർഭമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതിന്റെ 8-ാമത്തെ വാക്യം വരുമ്പോൾ ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഫിലിപ്പോസിന്റെ ഹൃദയത്തിൽ ചോദ്യം ചോദിച്ചത് തോമസ് ആണ്. ആ ചോദ്യത്തിന് കർത്താവ് മറുപടി പറഞ്ഞു വരുന്നത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറയുമ്പോൾ ഫിലിപ്പോസിന്റെ ഹൃദയത്തിൽ ഒരു വാഞ്ച, ഞങ്ങൾക്ക് പിതാവിനെ എന്ത് ചെയ്യണം? കാണണം. പത്രോസ് യേശുവിനെ കാണുന്നത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് നമ്മൾ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്, പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് ശരിയായ വെളിപ്പാട് എനിക്കോ നമുക്ക് ഓരോരുത്തർക്കോ ലഭ്യമാകണമെങ്കിൽ പിതാവായ ദൈവം പുത്രനെ വെളിപ്പെടുത്തി നൽകിയിട്ടല്ലാതെ നമുക്ക് ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടത്തില്ല. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രനെയും പുത്രനും പുത്രൻ താൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ പുത്രൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെയും അറിയുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ തോമസ് ചോദിച്ച ചോദ്യത്തിന് കർത്താവ് പറഞ്ഞു വരുന്ന സന്ദർഭത്തിൽ ഫിലിപ്പോസിന്റെ ഹൃദയത്തിൽ പിതാവിനെ കുറിച്ചിട്ടുള്ളൊരു വാഞ്ചയുണ്ടായിട്ട്, ഞങ്ങൾക്ക് നീ പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. കണ്ടോ, ശിഷ്യന്മാരുടെ ഹൃദയത്തിലെ വാഞ്ച എന്താണ്? ലോകപരമായിട്ടുള്ള ചില നന്മകളോ അനുഗ്രഹങ്ങളോ ലഭിക്കുക എന്നുള്ളതല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മാവിന്റെ പിതാവായ ദൈവത്തെ കാണണം. ഗ്ലോറി ടു ഗോഡ്. മറഞ്ഞിരിക്കുന്ന മറകളെ മാറ്റിയിട്ട് ഞങ്ങൾക്ക് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, അത് മാത്രം ഞങ്ങൾക്ക് മതി എന്നാണ്. കണ്ടോ, അവിടെ പറഞ്ഞു ഞങ്ങൾക്ക് അത് മതി. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തെ കാണുവാൻ, ക്രിസ്തുവിനെ കാണുവാൻ, പിതാവായ ദൈവത്തെ കാണുവാനുള്ള ആ ഒരു വാഞ്ച ഫിലിപ്പോസ് അവിടെ ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ, 9-ാമത്തെ വാക്യത്തിൽ യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? ഞാൻ ഇത്രയും കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ എന്ന് സംസാരിച്ചത് യേശുവാണോ പിതാവാണോ? പിതാവാണ്. കാരണം ചോദിച്ചത് എന്താണ്? ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം. അപ്പോൾ യേശുവിൽ ആര് സംസാരിക്കുന്നു? പിതാവ് സംസാരിക്കുന്നു. ഞാൻ നിങ്ങളോട് കൂടെ ഇത്രയും നാൾ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ അറിയുന്നില്ലയോ? ഹൃദയഭേദകമായ ഒരു സംസാരമാണത് ദൈവത്തിന്റെ. ഇത്രയും നാൾ നിന്നോട് കൂടെ ഇരുന്നിട്ടും ഞാൻ ആരാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലയോ എന്ന് ഹൃദയഭേദകമായ ഒരു ദൈവശബ്ദമാണത്. പിതാവിന്റെ ശബ്ദമാണ് ക്രിസ്തുവിൽ നിന്നത് വെളിപ്പെട്ടത്. ഹല്ലേലൂയ. പത്രോസിന് കിട്ടിയ ഭാഗ്യ പദവിയേക്കാൾ എത്രയോ മടങ്ങ് ഭാഗ്യ പദവിയാണ് ഫിലിപ്പോസിന് അവിടെ ഉണ്ടാകുന്നത്. പത്രോസ് ദൈവപുത്രനായ ക്രിസ്തുവിനെ കാണുമ്പോൾ ഫിലിപ്പോസ് പിതാവാൻ ദൈവത്തെ ക്രിസ്തുവിൽ കാണുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ദൈവം വ്യക്തിജീവിതങ്ങളിലേക്ക് തന്നെ വെളിപ്പെടുത്തുന്നതിന്റെ അളവിൽ വ്യത്യാസങ്ങൾ. ഹല്ലേലൂയ. ജനം ദൈവത്തെ കാണേണ്ടുന്നതിന്, ദൈവിക അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് കർത്താവിനെ അനുഗമിക്കുന്നതിൽ വ്യത്യാസങ്ങൾ. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണേണ്ടുന്നതിന് കർത്താവിന്റെ പുറകെ നടന്നവർ, അപ്പം നുറുക്കി ഭക്ഷണം കഴിക്കേണ്ടുന്നതിന് പുറകെ നടന്നവർ. കർത്താവ് ജീവന്റെ മൊഴികൾ വെളിപ്പെടുത്തി തുടങ്ങിയപ്പോൾ അത്ഭുതം നടന്നവരെ കാണാനില്ല, അപ്പം തിന്നവരെ കാണാനില്ല. ചുരുക്കം പേരായിട്ട് ശേഷിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? ഞങ്ങളുടെ ആത്മാവിന്റെ നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലിരിക്കുന്നു. മരണത്തിന് അധീനപ്പെട്ടിരിക്കുന്ന ഈ ഭൗമ ശരീരത്തിൽ നിന്ന് നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ജീവന്റെ വചനവുമായിട്ട് ഇറങ്ങി വന്നത് നീ മാത്രമേ ഉള്ളൂ. നിന്നെ വിട്ട് ഞങ്ങൾ നിത്യജീവന് വേണ്ടി അങ്ങ് പോകും. ഹല്ലേലൂയ. ശിഷ്യഗണത്തിലും പത്രോസിനെ നോക്കി കർത്താവ് പറഞ്ഞു, നീ ഭാഗ്യവാൻ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. എന്നുവെച്ചാൽ പത്രോസിനോട് കർത്താവ് അത് പറയുമ്പോൾ
ക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള വെളിപ്പാട് എന്നുള്ളത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ പാറ പോലെ ഉറപ്പുള്ളതാണ്. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് പത്രോസിനെ നോക്കി പറഞ്ഞൊരു പ്രവചനം കൂടിയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. 120 പേർ കൂടിയിരുന്ന് പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ ഈ 120 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ വചനത്തെ ശക്തിയോടുകൂടി പ്രസ്താവിച്ചത് പത്രോസാണ്. കർത്താവ് നേരത്തെ പറഞ്ഞു, ഈ പാറമേൽ എന്നെ കുറിച്ച് നിനക്ക് കിട്ടിയിരിക്കുന്ന വെളിപ്പാടാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടത് 120 പേരോടുകൂടി പത്രോസ് ആത്മാവിൽ എഴുന്നേറ്റ് നിന്ന് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ സഭ ഭൂമിയിൽ പണിയപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇവിടെ അതിനേക്കാൾ അപ്പുറമായ ഒരു വെളിപ്പാട് ഫിലിപ്പോസ് ഭൗമ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ പിതാവാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ കാണുന്ന ഒരു അനുഗ്രഹം ഫിലിപ്പോസിന് ലഭിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. യേശുവിനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പത്രോസ് യേശുവിനെ കാണുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെയാണ് കണ്ടത്. ഫിലിപ്പോസിന്റെ മുമ്പിൽ കർത്താവ് പറയുന്നു, എന്നെ കണ്ടവൻ പുത്രനായ ക്രിസ്തുവിനെ അല്ല കാണുന്നത്, പിതാവാ ദൈവത്തെയാണ് കാണുന്നത്. ഹല്ലേലൂയ. അവിടെ എന്നെ കണ്ടവൻ എന്ന് പറയുമ്പോൾ എൻ്റെ സ്നേഹത്തെ കണ്ടവൻ. ദൈവം സ്നേഹമാകുന്നു. എൻ്റെ സത്യം എന്താണെന്ന് അറിഞ്ഞവൻ ദൈവം സത്യമാകും. എന്നിലെ ജീവൻ എന്താണെന്ന് അറിഞ്ഞവൻ ദൈവം ജീവനാകും. എന്നിലെ നീതി എന്താണെന്ന് അറിയവൻ ദൈവം നീതിമാനാണ്. എന്നിലെ വെളിച്ചം എന്തെന്ന് കണ്ടവൻ ദൈവം വെളിച്ചമാകും. അങ്ങനെ ദൈവത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് ക്രിസ്തുവിലൂടെ കാണാനുള്ള ആത്മീയ കണ്ണ് ലഭിച്ച ഒരു വ്യക്തി കാണുന്നത് ക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെയാണെന്നാണ് ഇവിടെ വചനം പറയുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അവിടെ വായിച്ചത് കണ്ട ഫിലിപ്പോസേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? പ്രത്യേകിച്ച് പിതാവിനെ നീ കാണിച്ചു തരണമെന്ന് ആവശ്യപ്പെടേണ്ടതിന്റെ ആവശ്യം ഇല്ല. ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചത് ക്രിസ്തുവിലാണ്. പൗലോസ് അപ്പോസ്തലൻ ദൈവം കൊടുത്ത വെളിപ്പാടിലൂടെ താൻ എഴുതി, ക്രിസ്തുവിൽ എന്താണ്? ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിച്ചു. ആമേൻ. ഈ ഭൂമിയിൽ ശരീരത്തിൽ ദേഹരൂപത്തിൽ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ഈ ശരീരത്തിൽ വസിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിലാണ്. ദൈവത്തിന്റെ സർവസമ്പൂർണത എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ സർവസമ്പൂർണതയും എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് സർവസമ്പൂർണൻ. യേശുവിൽ ആര് വസിച്ചു? പിതാവ് വസിച്ചു. യേശുവിൽ ആര് വസിച്ചു? പുത്രന ക്രിസ്തു വസിച്ചു. യേശുവിൽ ആര് വസിച്ചു? പരിശുദ്ധാത്മാവാം ദൈവം വസിച്ചു. ഗ്ലോറി ടു ഗോഡ്. പിതാവാം ദൈവത്തെ ഫിലിപ്പോസ് കാണുന്നു, പുത്രനാം ദൈവത്തെ പത്രോസ് കാണുന്നു. പരിശുദ്ധാത്മാവാം ദൈവത്തെ കാണുവാൻ, അനുഭവിപ്പാൻ, ക്രിസ്തുവിനെ കാണുവാൻ, ക്രിസ്തുവിനെ അനുഭവിപ്പാൻ, പിതാവാം ദൈവത്തെ കാണുവാൻ, അനുഭവിപ്പാനാണ് ഇന്ന് ഞാനും നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ വരേണ്ടിയത്. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തെ കാണുവാൻ സാധ്യമാണോ? ക്രിസ്തുവിൽ പിതാവിനെ കാണാൻ കഴിയും, ക്രിസ്തുവിൽ പുത്രനെ കാണുവാൻ കഴിയും, ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിനെ കാണാൻ കഴിയും. കാരണം അവിടെ വചനം പറയുന്നു, ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ വെളിപ്പെട്ടത് ക്രിസ്തുവിലാണ്. ഗ്ലോറി ടു ഗോഡ്. 10ാമത്തെ വാക്യത്തിൽ കർത്താവ് ഡീറ്റെയിൽ ആയിട്ട് ഇവർക്ക് മനസ്സിലാകാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ ആത്മാക്കളുടെ പിതാവാണ് സ്വർഗസ്ഥനായ പിതാവ്. നമ്മൾ എവിടെ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടു വന്നത്? ദൈവം തൻ്റെ ആത്മാവിനെ മനുഷ്യനിലേക്ക് എന്ത് ചെയ്തു?
സന്നിവേശിപ്പിച്ചു ഏദൻ തോട്ടത്തിൽ. ആ പിതാവാണ് നമ്മുടെ പിതാവ്. ജഡപ്രകാരം നമുക്ക് മാതാപിതാക്കളുണ്ട്. എന്നാലോ ആ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ജഡശരീരത്തിനൊരു ഭൗമികമായ ജീവന്റെ ദിവസങ്ങൾ, മാസങ്ങൾ, ആണ്ടുകളെല്ലാം ദൈവത്തിന്റെ കയ്യിൽ നിശ്ചയം ഉണ്ട്. അത് കഴിയുമ്പോഴോ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മാവ് ദൈവസന്നിധിയിലേക്ക് ചേർക്കും. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ വായിച്ച വാക്യത്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് വരാം. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. യേശു പറഞ്ഞെന്താ? ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം സ്വയമായിട്ടല്ല നിങ്ങളോട് സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ യേശുവിൽ പിതാവ് അധിവസിക്കുന്ന കാര്യം ആർക്ക് കാണാൻ കഴിഞ്ഞു? ഫിലിപ്പോസിന് കാണാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. യഹൂദന്മാരുടെ ഇടയിൽ കർത്താവ് യാത്ര ചെയ്യുമ്പോൾ യഹൂദന്മാർ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു യഹൂദന്മാർ എന്ത് ചെയ്യുന്നില്ല? അറിഞ്ഞിരുന്നില്ല. അപ്പം തിന്നാൻ നടന്നവരും യേശു ആരാണെന്ന് എന്ത് ചെയ്യുന്നില്ല? അറിഞ്ഞിരുന്നില്ല. അത്ഭുതങ്ങളുടെ പുറകെ വന്നവരും യേശു ആരാണെന്ന് എന്ത് ചെയ്യുന്നില്ല? അറിഞ്ഞിരുന്നില്ല. ജീവന്റെ മൊഴി കർത്താവിൽ നിന്ന് പുറപ്പെടുന്ന സമയത്തിൽ ഈ ജനമെല്ലാം എന്ത് ചെയ്തു? അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തു ആരാണെന്ന് അറിയുവാൻ വാഞ്ചിക്കുന്ന ഒരു ചെറിയ കൂട്ടം സത്യാന്വേഷികൾ, ശിഷ്യഗണം കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നു. ഗ്ലോറി ടു ഗോഡ്. അവരോടും കർത്താവ് തന്നെ കുറിച്ച് തന്നെ ആദ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. അങ്ങോട്ട് ചോദിക്കുകയാണ്, ജനം എന്നെ കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? തോമസ് ചോദിച്ച ചോദ്യത്തിനും കർത്താവ് പൊടുന്നനെ പിതാവിന്റെ മഹിമയെ എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. ഫിലിപ്പോസിൽ ആഗ്രഹത്തോടെ ചോദിച്ചു, ഞങ്ങൾക്ക് പിതാവിനെ കാണണം. ഗ്ലോറി ടു ഗോഡ്. യേശു പറയുകയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടേ. നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. നമ്മൾ എന്ത് കാണാനാണ് വരുന്നത്? എന്ത് നേടാനാണ് വരുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിലൂടെ കർത്താവിനെ തന്നെ വെളിപ്പെടുത്തുന്നു. വചനത്തിലൂടെ പിതാവിനെ വെളിപ്പെടുത്തുന്നു. കർത്താവ് വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുമാകുന്നു. വചനം എന്താണ്? ആത്മാവാകുന്നു. വചനം പരിശുദ്ധാത്മാവാകുന്നു. വചനം ആത്മാവ് സഭകളോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് വചനം സംസാരിക്കും. ഞാൻ നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ആത്മാവ് സഭകളോട് സംസാരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ, പിതാവിനെ, പുത്രനെ, പരിശുദ്ധാത്മാവാം ദൈവത്തെ ഹല്ലേലൂയ അറിയുവാൻ, അനുഭവിപ്പാൻ ദൈവത്തിന്റെ വചനം, പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. യേശുവിന്റെ രക്തം നമ്മെ കഴുകട്ടെ. വചനം നമ്മെ കഴുകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ കഴുകട്ടെ. ക്രൂശിന്റെ മറവിൽ ദൈവം നമ്മെ മറയ്ക്കട്ടെ. ഹല്ലേലൂയ. മോശ ആഗ്രഹിച്ചു ദൈവത്തെ കാണുവാൻ. പഴയ നിയമകാര് ആ കാലഘട്ടത്തിൽ മോശ ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, ഹല്ലേലൂയ, നിനക്കത് ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം പൂർണ്ണമായി കാണുവാൻ സാധിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. എന്നാലോ ഒരു പിളർക്കപ്പെട്ട പാറയുടെ ഇടിവിലേക്ക് നീ കയറിയിരിക്കുക. ഗ്ലോറി ടു ഗോഡ്. ഞാൻ ആ ഭാഗത്തിലൂടെ എന്ത് ചെയ്യും? കടന്നു പോകുമ്പോൾ ഒരംശമായി നിനക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ കഴിയും. ആ പാറയിടുക്കിലേക്ക് മോശ കയറി നിൽക്കുമ്പോൾ ദൈവം യാത്ര എന്ത് ചെയ്യുന്നു? അതുവഴി കടക്കുമ്പോൾ അംശമായി ദൈവത്തെ കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ പിളർക്കപ്പെട്ട പാറയായ ക്രിസ്തുവിലേക്ക്, ആ പാറയിടുക്കിലേക്ക്, ക്രിസ്തു എന്ന പാറയിടുക്കിലേക്ക് നമ്മൾ, ആ പിളർക്കപ്പെട്ട പാറയിടുക്കിലേക്ക് നമ്മളൊന്ന് കയറി നിൽക്കുമ്പോൾ ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വത്തെ നമുക്കും കാണുവാൻ ഇടയായിത്തീരും. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നമുക്ക് നൽകുന്നതാണ്. എന്നാൽ അതെല്ലാം ഈ ലോകം കൊണ്ട് അവസാനിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ നമ്മൾ അറിയുമ്പോൾ, ആ പിതാവ് ദൈവത്തെ നമ്മൾ അറിയുമ്പോൾ, പരിശുദ്ധാത്മാവിനെ നമ്മൾ അറിയുമ്പോൾ, അത് നമ്മുടെ നിത്യതയെ അവകാശമാക്കുവാൻ ഇടയായിത്തീരുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച്,
ആ വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ച്, വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നീതീകരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ ചിന്തിച്ച വേദഭാഗത്തിൽ നിന്ന് താഴേക്ക് വീണ്ടും നമുക്ക് കടന്നു വരാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. ഇവിടെ അബ്രഹാമിനെ കുറിച്ചും അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തത്തെക്കുറിച്ചും ആ വാഗ്ദത്ത നിവർത്തീകരണത്തിനായി ദൈവം അബ്രഹാമിന് കൊടുത്ത സന്തതിയെക്കുറിച്ചും ആ സന്തതി ആരാണ് എന്നുള്ളതിനെ കുറിച്ചുമാണ് ഈ വാക്യം പറയുന്നത്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് സന്തതി ഉണ്ടാകും. ഗ്ലോറി ടു ഗോഡ്. ആ ആകാശത്തിലെ പോലെ നക്ഷത്രങ്ങൾ പോലെയുള്ള സന്തതി എന്ന് പറയുന്നത് ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്ന, യാക്കോബിൽ നിന്ന് ജനിക്കുന്ന 12 ഗോത്രങ്ങൾ ഇസ്രായേൽ ജനമായി, ആ ഇസ്രായേലിൽ നിന്ന് തന്നെ സ്ത്രീയുടെ സന്തതിയായി യേശുക്രിസ്തു എന്ത് ചെയ്യുന്നു? ജനിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. മാനവകുലത്തിന്റെ സകല പാപങ്ങൾക്കും ശാപങ്ങൾക്കും പരിഹാരമായി ക്രിസ്തു ക്രൂശിൽ എന്ത് ചെയ്യുന്നു? ശാപമേറ്റ് ക്രൂശിൽ യാഗമായി തീരുന്നു. അങ്ങനെ അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം, ആ വാഗ്ദത്തന്റെ നിവർത്തി ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നതാണ് കാൽവറി ക്രൂശിൽ നമ്മൾ കാണുന്നത്. അതാണ് ഈ വാക്യത്തിൽ ഇവിടെ വെളിപ്പെടുത്തി നമ്മളോട് സംസാരിക്കുന്നത്. അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. ഇവിടെ വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യജീവൻ, ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ മോക്ഷം, നിത്യജീവനാണ് ഇവിടെ പറയുന്നത്. ഗ്ലോറി ടു ഗോഡ്. അത് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് ലഭിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം അബ്രഹാമിന്റെ സന്തതിക്കും, ഹല്ലേലൂയ, എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ച് എത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം, വിശ്വാസത്താലുള്ള നീതീകരണം നമ്മൾ പ്രാപിക്കേണ്ടുന്നതിന് യേശുക്രിസ്തുവിലെ വിശ്വാസത്താലാണ് നമുക്കത് ലഭിക്കുന്നത്. നീതീകരണം ദൈവം വച്ചിരിക്കുന്നത് എവിടെയാണ്? ക്രിസ്തുവിലാണ്. ഗ്ലോറി ടു ഗോഡ്. പഴയ നിയമത്തിൽ നീതീകരണം പ്രാപിക്കേണ്ടുന്നതിന് ദൈവം ന്യായപ്രമാണം എന്ത് ചെയ്തു? കൊടുത്തിരുന്നു. നിരവധി കൽപ്പനകളും ചട്ടങ്ങളും ഉപദേശങ്ങളും ക്രമങ്ങൾ തെറ്റുന്നതിനനുസരിച്ച് അതിനുള്ള ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടുന്നതിന് പരിഹാരമാർഗങ്ങൾ, യാഗങ്ങൾ, നേർച്ചകൾ എന്നിത്യാദി നിരവധി കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ലഭിച്ചിരുന്നത് ഒരു ചെറിയ കൂട്ടം ജനത്തിന് മാത്രമായിരുന്നു, യഹൂദ ജനത്തിന് മാത്രമായി. ഭൂമിയിൽ മറ്റ് യാതൊരു കുലങ്ങൾക്കും ഈ പ്രമാണം എന്ത് ചെയ്യുന്നില്ല, ലഭിച്ചിരുന്നില്ല. എന്നാലോ കാലത്തിന്റെ സമ്പൂർണതയിൽ കർത്താവായ യേശുക്രിസ്തു മാനവകുലത്തിന്റെ സകല ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആത്മാവിന്റെ രക്ഷ പ്രാപിക്കാൻ ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയാണ് ക്രൂശിൽ നമ്മൾ കാണുന്നത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും എന്ത് ചെയ്യുന്നില്ല, നീതീകരിക്കപ്പെടുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതീകരണം സൗജന്യമായിട്ട് എന്ത് ചെയ്യാണ്? നമുക്ക് ലഭിക്കുകയാണ്. നിത്യമായ ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും ന്യായപ്രമാണം അനുസരിച്ചാൽ ലഭിക്കുന്ന നിത്യജീവൻ എന്നുള്ള വാഗ്ദത്തം, ന്യായപ്രമാണത്തെ അനുസരിച്ച ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് നീതീകരണം ലഭിച്ച നീതീകരണത്തിന് അനന്തരം നമുക്ക് ലഭിക്കുന്ന നിത്യജീവനെ കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം യേശുക്രിസ്തുവിൽ എന്ത് ചെയ്യാണ്? പൂർത്തീകരിക്കപ്പെടുകയാണ് എന്ന് അവിടെ പറഞ്ഞിട്ട് തുടർന്ന് വായിക്കുന്നത്, ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ 430 ആണ്ട് കഴിഞ്ഞുണ്ടായ ന്യായപ്രമാണം. അപ്പോൾ ഇവിടെ പറയുന്നത് അബ്രഹാമിന് ശേഷം 430 വർഷം കഴിഞ്ഞിട്ടാണ് മോശയിലൂടെ ദൈവം ന്യായപ്രമാണം ഇസ്രായേൽ ജനത്തിന് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. 430 ആണ്ട് കഴിഞ്ഞുണ്ടായ ന്യായപ്രമാണം
വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുൻപുറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. ദൈവം മുൻപ് ഉറപ്പാക്കിയ നിയമം. അപ്പൊ ഇവിടെ രണ്ട് നിയമത്തെ കാണുന്നു. ഒന്ന്, ന്യായപ്രമാണം എന്ന നിയമം. നിത്യജീവൻ ലഭിക്കേണ്ടുന്നതിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ന്യായപ്രമാണത്തെ അനുസരിക്കുന്നതിലൂടെയുള്ള നിത്യജീവൻ. ദൈവം കൊടുക്കുന്ന ന്യായപ്രമാണത്തിൽ രണ്ട് വശങ്ങളേ ഉള്ളൂ. ഒന്ന്, അത് ചെയ്യുന്നവൻ അതിനാൽ നിത്യതയിൽ ജീവിക്കും. രണ്ട്, പ്രമാണം അനുസരിക്കാത്തവൻ അതിനാൽ നിത്യനാശത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് മാറ്റപ്പെടും. അപ്പോൾ ഒരു ജഡത്തിനും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ന്യായപ്രമാണത്തെ അനുസരിപ്പാൻ സാധ്യമാകാതെ വരികയാണ്. മോശ ന്യായപ്രമാണവുമായിട്ട് വന്നു. ക്രിസ്തുവോ കൃപയും സത്യവും നിറഞ്ഞവനായി നിങ്ങളുടെ ഇടയിൽ വന്നു പാർത്തു. ക്രിസ്തുവിലെ സത്യം ന്യായപ്രമാണ സത്യമാണ്. ആ ന്യായപ്രമാണ സത്യത്തെ പൂർണ്ണമായി ഒരു ശരീരത്തിൽ വസിച്ചുകൊണ്ട് ന്യായപ്രമാണത്തെ പൂർണ്ണമായി നിവർത്തിച്ചതാണ് ക്രിസ്തു. കാര്യം, കൃപയും സത്യവും നിറഞ്ഞവനായി വന്നു. മോശ ന്യായപ്രമാണം മാത്രമായിട്ട് വന്നു. ആ നിറവിൽ നിന്നാണ് നമുക്കെല്ലാവർക്കും കൃപ മേൽ കൃപ നൽകുന്നത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ആ കൃപമേൽ കൃപ ലഭിക്കുന്നതിലൂടെ ന്യായപ്രമാണത്തിന്റെ നിവർത്തിയെ പൂർത്തീകരിച്ച പരിശുദ്ധാത്മാവാണ് നമ്മിലേക്ക് ഇന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് പകർന്നുകൊണ്ടിരിക്കുന്നത്. ആ പകർച്ചയിലൂടെ നമുക്കൊരു കാര്യം ഉറപ്പു തരികയാണ്, നമ്മളിലെ നിത്യജീവൻ. പരിശുദ്ധാത്മാവിലെ പകർച്ചയിലൂടെയാണ് നമ്മൾ അറിയുന്നത് നമ്മിലെ നിത്യജീവൻ. ആ പരിശുദ്ധാത്മാവിന്റെ പകർച്ച എന്ന് പറയുന്നത് എന്താണ്? ന്യായപ്രമാണത്തെ പൂർണ്ണമായി നിവർത്തിച്ച ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ആ നിവർത്തിച്ച ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മുടെ നിത്യജീവൻ. പരിശുദ്ധാത്മാവ് ലഭിക്കാതെ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധ്യമല്ല. കാരണം ന്യായപ്രമാണത്തിന്റെ നിവർത്തീകരണം നമ്മുടെ ബലഹീനമായ ശരീരത്തിന് സാധ്യമല്ലാതിരിക്കുമ്പോൾ ന്യായപ്രമാണത്തെ നിവർത്തിച്ച ക്രിസ്തുവിൽ അധിവസിച്ചിരുന്ന പരിശുദ്ധാത്മാവ് ന്യായപ്രമാണത്തിന്റെ നിവർത്തിയാണ്. ആ നിവർത്തിയിലൂടെ പരിശുദ്ധാത്മാവ് നിത്യജീവൻ എന്ത് ചെയ്തു? അവകാശമാക്കി. അത് ആർക്കുള്ള അവകാശമാണ്? നമുക്കും കൂടിയുള്ള അവകാശമാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഇതിലേക്ക് വരിക. 430 ആണ്ട് കഴിഞ്ഞുണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. മുമ്പ് ഉറപ്പാക്കിയ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്രഹാമിന് ദൈവം കൊടുത്ത വിശ്വാസ നീതീകരണം എന്നുള്ളത് ദൈവം ന്യായപ്രമാണം കൊടുക്കുന്നതിനും മുൻപ് ദൈവം അതിനെ എന്ത് ചെയ്തു? ഉറപ്പാക്കി. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ നമ്മൾ ആത്മാവിലാകേണ്ടുന്നത് എവിടെയാണ്? സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ദൈവം അങ്ങനെ വിശ്വാസ നീതീകരണത്തിന്റെ കാര്യം ന്യായപ്രമാണത്തിന് മുമ്പ് ദൈവം ഉറപ്പാക്കിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം. നമുക്ക് ആ ജീവന്റെ പ്രത്യാശ നമുക്കുള്ളത്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞ, മരണത്തിനോ ജീവനോ എന്ത് സംഭവിച്ചാലും ക്രിസ്തുയേശുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുന്നതല്ല. മരണം വിട്ട് ജീവനിൽ കടന്നവരാണ് ആത്മാഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. വീണ്ടും അതേ കാര്യം, 430 ആണ്ട് കഴിഞ്ഞുണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ. ഇവിടെ പറഞ്ഞ വാഗ്ദത്തം എന്താണ്? നിത്യജീവൻ. നിത്യജീവൻ എന്ന വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുൻപ് ഉറപ്പാക്കിയ നിയമത്തെ. അപ്പൊ വിശ്വാസത്തെയും എന്തായിട്ടാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്? ദൈവം ഉറപ്പാക്കിയ നിയമം. വിശ്വാസ നീതീകരണം അബ്രഹാമിന് ദൈവം മുൻപ് കൂട്ടി ആ നിയമത്തെ എന്ത് ചെയ്തു? ഉറപ്പിച്ചു കൊടുത്തത്. അബ്രഹാം വിശ്വസിക്കുമ്പോൾ യഹൂദന്റെ രക്ഷയും പുറം ജാതിക്കാരായ സകല ജനത്തിന്റെ രക്ഷയും അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്ക് ദൈവം സൗജന്യമായി വിശ്വാസ നീതീകരണം കൊടുക്കുകയാണ്. ഇത് അവകാശമാക്കുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മെ വചനത്തിലൂടെ എന്ത് ചെയ്യുന്നത്? നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. അവകാശം ന്യായപ്രമാണത്താൽ എങ്കിൽ, 18 വാക്യം,
ഇവിടെ പറയുന്ന അവകാശം എന്താണ്? നിത്യജീവൻ എന്ന അവകാശം. നിത്യജീവൻ എന്നുള്ള അവകാശം ന്യായപ്രമാണത്താൽ എങ്കിൽ വാഗ്ദത്തത്താൽ അല്ല വരുന്നത്. നമ്മൾ ഈ ഭാഗം നേരത്തെ വായിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും, ന്യായപ്രമാണത്താൽ ഒരു ജഡം എന്ത് ചെയ്യുന്നില്ല, നീതീകരിക്കപ്പെടുന്നില്ല. നീതീകരിക്കപ്പെടാത്തവൻ എങ്ങനെ നിത്യജീവൻ പ്രാപിക്കും? നിത്യജീവൻ പ്രാപിക്കാൻ സാധ്യമല്ല. ഇവിടെ നമ്മൾ വായിച്ചത് അവകാശം ന്യായപ്രമാണത്താൽ എങ്കിൽ, കണ്ടോ, നിത്യജീവൻ എന്നുള്ള അവകാശം ന്യായപ്രമാണത്താൽ എങ്കിൽ വാഗ്ദത്തത്താൽ അല്ല വരുന്നത്. അപ്പൊ വിശ്വാസ നീതീകരണത്തിലേക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പോകേണ്ട ആവശ്യമില്ല. ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് അവകാശമാക്കാൻ എന്ത് ചെയ്യും, സാധിക്കും. ന്യായപ്രമാണം ലഭിച്ചത് ആർക്ക് മാത്രമേ ഉള്ളൂ? യഹൂദന് മാത്രമേ ഉള്ളൂ. അവനത് തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് പഴയ നിയമം കൂടെ നമുക്ക് എന്ത് ചെയ്തേ, കയ്യിലോട്ട് വന്നത്. അതുവരെ പ്രമാണം ദൈവം ആർക്കും കൊടുത്തിട്ടില്ല. ജാതികളായിട്ടുള്ള പുറം ജാതിക്കാർക്കുള്ള, അത് യഹൂദജനം പോയിട്ട് ബാക്കി ആർക്കും പ്രമാണം എന്ത് ചെയ്തിട്ടില്ല, ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ഈ പ്രമാണം എടുത്തുകൊണ്ട് പോലും ഇവനെന്ത് ചെയ്യാൻ പറ്റില്ല, ആലയത്തിൽ ആരാധനയ്ക്ക് കടക്കാൻ എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല. പുറം ജാതിയിൽ നിന്നുള്ളവർ പോലും ദൈവത്തെ അറിയുന്ന ഒരു അനുഭവം ഉണ്ടായാൽ 10ാമത്തെ തലമുറയിൽ ജനിക്കുന്നവന് മാത്രമേ ആലയത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂ, പ്രവേശിക്കാൻ കഴിയൂ. ആലോചിച്ച് നോക്കണം, ദൈവത്തെ അന്വേഷിച്ചറിയുന്ന ഒരു മനുഷ്യന്റെ 10ാമത്തെ തലമുറയിൽ ജനിക്കുന്ന ഒരാൾക്ക് മാത്രമേ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ആലയത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂ, പ്രവേശിക്കാൻ കഴിയുന്നുള്ളെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എത്രത്തോളം സന്തോഷിക്കണം. Glory to God. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആർക്കും കടന്നു വരുവാനുള്ള സ്വാതന്ത്ര്യം പുതിയ നിയമ ശുശ്രൂഷയിലേക്ക് കർത്താവ് നമുക്ക് തരികയാണ്. സകല ജനത്തിനുമുള്ള രക്ഷയാണ് ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. Glory to God. Hallelujah. അപ്പോൾ അവകാശം, നിത്യജീവൻ എന്ന അവകാശം ന്യായപ്രമാണത്താൽ എങ്കിൽ വാഗ്ദത്തത്താൽ അല്ല വരുന്നത്. അബ്രഹാമിനോ ദൈവം ഏതിനെ, നിത്യജീവന് വാഗ്ദത്തം മൂലം നൽകി. വിശ്വാസം ഏറ്റെടുക്കുന്നതിലൂടെ ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായ നിത്യജീവൻ വിശ്വാസത്താൽ അവകാശമാക്കുവാൻ ന്യായപ്രമാണം മോശയിലൂടെ കൊടുക്കുന്നതിനും 430 വർഷം പുറകിൽ വിശ്വാസത്താൽ യഹൂദജനമാകട്ടെ പുറം ജാതിക്കാരാകട്ടെ എല്ലാവരും നിത്യജീവൻ അവകാശമാകേണ്ടുന്ന മറ്റൊരു വിശ്വാസത്തിന്റെ പ്രമാണം ദൈവം അബ്രഹാമിന് മുമ്പ് കൂട്ടി കൊടുത്തു. പുതിയ നിയമസഭയിൽ ഇരിക്കുന്ന വിശ്വാസ ജനങ്ങളെല്ലാം യഹൂദന് കൊടുത്ത പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കാനാണോ ഓടി നടക്കുന്നത്? ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യമേ അറിയത്തില്ല. ഞാനൊരു ഹാസ്യമായിട്ട് പറയാം, കുരങ്ങന്റെ കയ്യിൽ തേങ്ങ കിട്ടിയാൽ അവന് പൊതിക്കാൻ പറ്റും. അത് അങ്ങോട്ട് ഉരുട്ടി ഇങ്ങോട്ട് ഉരുട്ടി കടിച്ചു പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുട്ടണതല്ലാതെ എന്ത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് പലപ്പോഴും ഈ കാര്യം എന്ത് ചെയ്തിരിക്കണം, മനുഷ്യന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. ഇത് അങ്ങോട്ടുള്ളവനും ഇങ്ങോട്ടുള്ളവനും ഇത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലല്ലാതെ സാധ്യമല്ല. അതൊരു ഹാസ്യമായിട്ടാണെങ്കിൽ അതിനകത്ത് കാര്യമുണ്ട്. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ ഈ ഭൗമികമായ കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിശ്വാസം വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, കൈകാര്യം ചെയ്യുമ്പോൾ നിത്യജീവന്റെ വചനം പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനത്തിന്റെ ആത്മാവിലൂടെ വെളിപ്പാടിന്റെ ആത്മാവിലൂടെ വെളിപ്പെടുത്തി നൽകിയിട്ടല്ലാതെ ഇതിന്റെ അന്തസത്ത നമുക്ക് എന്ത് ചെയ്യത്തില്ല, മനസ്സിലാക്കി എടുക്കാൻ സാധ്യമല്ല. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ വരുന്നത് എന്തിനാണ്? നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല. 24 മണിക്കൂർ കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നശിച്ചു പോകും. പക്ഷെ നിത്യജീവന്റെ വചനം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ആത്മാവ് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോകത്തില്ല, നിലനിൽക്കുന്നതായിട്ടുള്ള ആഹാരമാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം അതിനെ, നിത്യജീവനെ വാഗ്ദത്തം മൂലമാണ് നൽകിയിരിക്കുന്നത്. 19 വാക്യം. എന്നാൽ ന്യായപ്രമാണം എന്തിന്? അടുത്ത ചോദ്യം അവിടെ വരിക. അങ്ങനെ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നതും വിശ്വാസത്താലാണ് ഒരു മനുഷ്യന് ദൈവവാഗ്ദത്തം എന്ന നിത്യജീവൻ അവകാശമാക്കാൻ കഴിയുന്നതെങ്കിൽ ന്യായപ്രമാണം എന്തിന് എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന്റെ മറുപടി അവിടെ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം. അവിടെ പറയുന്ന വാഗ്ദത്തം ലഭിച്ച സന്തതി. എന്താണ് വാഗ്ദത്തം?
നിത്യജീവൻ. വാഗ്ദത്തം ലഭിച്ച സന്തതി, നിത്യജീവൻ ലഭിച്ച സന്തതി ആരാണ്? ക്രിസ്തു. അതാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെയാണ് ജീവൻ. നിനക്ക് ആവശ്യമായ നിത്യജീവൻ നിനക്ക് ലഭ്യമാകണമെങ്കിൽ നീ എന്നിലേക്ക് തന്നെ വരണം. ഈ ജീവനിൽ വന്നിട്ടല്ല നിനക്ക് നിത്യജീവൻ എന്ത് ചെയ്യത്തില്ല, പ്രാപിക്കാൻ കഴിയത്തില്ല. അതാണ് ഇവിടെ വായിച്ചത്, വാഗ്ദത്തം ലഭിച്ച സന്തതി. ഏതാണ് വാഗ്ദത്തം? നിത്യജീവൻ എന്ന വാഗ്ദത്തം ഈ ഭൂമിയിൽ ലഭിച്ച ഒരു സന്തതിയേ ഉള്ളൂ, അത് ദൈവപുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ ന്യായപ്രമാണം എന്തിന് എന്ന് ചോദിച്ച ചോദ്യത്തിന് അവിടെ ഉള്ള ഉത്തരം, നിത്യജീവൻ എന്ന വാഗ്ദത്തം ലഭിച്ച ക്രിസ്തു എന്ന സന്തതി വരുവോളം. ഹല്ലേലൂയ. ഏകദേശം 2000, അതായത് ന്യായപ്രമാണം ലഭിച്ച് വീണ്ടും 2000 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ദൈവപുത്രനായ ക്രിസ്തു വരുന്നത്. ക്രിസ്തു വന്നതിന് വീണ്ടും 2000 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ വചനം എന്ത് ചെയ്യുന്നത്? ധ്യാനിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മഹാഭാഗ്യങ്ങൾ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഈ മഹാഭാഗ്യത്തെക്കുറിച്ച് പത്രോസ് ലേഖനം എഴുതുമ്പോൾ, ഒന്നാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വരാം. അതിൻ്റെ 9-ാമത്തെ വാക്യം, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട്. നമ്മളിപ്പോൾ കർത്താവിനെ എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കർത്താവിനെ വിശ്വസിക്കുന്നു. അന്ധമായ വിശ്വാസമല്ല, കാണാതെ അങ്ങ് വിശ്വസിക്കുന്ന അന്ധമായ വിശ്വാസമല്ല. വചനത്തിലൂടെ, വചന വെളിപ്പാടിലൂടെ, വചന ജ്ഞാനത്തിലൂടെ, ദൈവത്തിന്റെ സാന്നിധ്യത്തിലൂടെ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ, ദൈവമഹത്വത്തെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിലൂടെ നമ്മൾ വിശ്വാസത്താൽ എന്ത് ചെയ്യാണ്? കർത്താവിനെ കണ്ടുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ. പ്രിയമുള്ളവര്, വിശ്വാസത്തിനൊരു അന്തമുണ്ട്. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, വിശ്വാസത്തിന്റെ അന്തം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആത്മരക്ഷയായിരിക്കണം. ആത്മാവിന്റെ രക്ഷയെ കുറിച്ചിട്ടുള്ള വിശ്വാസം. ബാക്കിയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വരും, വരാതിരിക്കും. വിശ്വസിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ വിശ്വാസം കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ലഭിച്ചെന്നിരിക്കും, ലഭിച്ചില്ലെന്നിരിക്കും. അതൊരു വിഷയമല്ല. പക്ഷെ യഥാർത്ഥമായ വിശ്വാസം, ആത്മരക്ഷ ലഭിച്ചെങ്കിൽ കൊള്ളാം, ലഭിച്ചില്ലെങ്കിൽ കൊള്ളാം എന്ന് വിചാരിച്ചാൽ പോയി. ഇത് ലഭിച്ചേ മതിയാവും, മറ്റൊരു മാർഗമില്ല. നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ലെങ്കിലും നിങ്ങൾ അവനെ എന്ത് ചെയ്യുന്നു? വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എന്താണ്? വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ. വചനമാണ് പറയുന്നത്, വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് രക്ഷയുടെ സന്തോഷം, രക്ഷയുടെ സന്തോഷത്തിന്റെ ആനന്ദം. പറഞ്ഞു തീരാത്തതെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കൊരു ഭൗമികമായ നന്മയുണ്ടായെന്ന് വെച്ചുള്ള, ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏതൊരു ഭൗമികമായ നന്മയായിരുന്നാലും ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? തീരും. ഉദാഹരണം, എനിക്കൊരു രോഗസൗഖ്യം കിട്ടി എന്ന് ഞാൻ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടവനാ രോഗസൗഖ്യം കിട്ടിയ കാര്യം ഒരു പ്രാവശ്യം കൊണ്ട് എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ പറ്റും. പിറ്റേ ആഴ്ചയിൽ ഞാൻ വന്ന് നിന്ന് പറയുകയാണ്, എന്നെ കർത്താവ് എന്ത് ചെയ്തു? രോഗസൗഖ്യമാക്കി. അപ്പൊ കേട്ടോണ്ടിരിക്കണമെന്ന് പറയും, അതിനെന്ത് വേണം? കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എന്ത് ചെയ്തു? അത് കേട്ടല്ലോ. പക്ഷേ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന ആത്മാവിന്റെ രക്ഷയുണ്ടല്ലോ, ഈ കൊക്കിൽ നിന്ന് ജീവൻ പോകുന്നത് വരെ ദൈവം നമുക്ക് നൽകുന്ന ആത്മാവിന്റെ ആ ചൈതന്യം നമ്മിൽ ജ്വലിച്ച് പ്രകാശിക്കുന്നത് വരെ പറഞ്ഞാലും 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 തീരാത്ത മഹിമയാണ് ആത്മാവിന്റെ വിടുതലിന്റെ രക്ഷ. അതിന്റെ വെളിപ്പാടുകൾ പറഞ്ഞാലും തീരത്തില്ല. ഗ്ലോറി ടു ഗോഡ്. അതാണ് അവിടെ വായിക്കുന്നത്, പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. 10-ാമത്തെ വാക്യം, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച്. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ ഇരിക്കുന്നവർക്ക് ലഭിച്ച കൃപകളുണ്ട്, അല്ലേ? ആ ലഭിച്ച കൃപകൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവസന്നിധിയിലേക്ക് നാൾ അടുത്തടുത്ത് വരുംതോറും നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്തടുത്ത് എന്ത് ചെയ്യണം? വരികയാണ്.
ഇവിടെ നമുക്ക് വായിക്കുന്നത് നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപ. നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്ന കൃപ എന്താണെന്നറിയോ? കർത്താവിൻ്റെ വരവിലെ തേജസ്കരണം. നിങ്ങൾക്ക് വരാനിരിക്കുന്ന കൃപ എന്താണ്? കർത്താവ് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പാണ്. അത് എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ. അപ്പോൾ നമ്മൾക്കുള്ള ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് യേശുക്രിസ്തുവിലൂടെ പ്രവചിച്ച പ്രവാചകന്മാരുണ്ട്. പുതിയ നിയമ പ്രവാചകന്മാരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പഴയ നിയമത്തിലെ പ്രവാചകന്മാര് നമുക്ക് വരേണ്ടിയ കൃപയെക്കുറിച്ച്, ഹല്ലേലൂയ, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ കുറിച്ചിട്ടുള്ളതല്ല ഇവിടെ പറയുന്നത്. കർത്താവിന്റെ മധ്യാകാശത്തിലെ വരവിൽ നമുക്ക് ലഭിക്കേണ്ടിയ പുനരുദ്ധാനം, ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടിയ തേജസ്കരണത്തെ കുറിച്ച് യേശുക്രിസ്തു വരുന്നതിനു മുൻപേ പ്രവാചകന്മാർ എന്ത് ചെയ്തു? അവർ പ്രവചിച്ചിരുന്നു. ഈ രക്ഷയെ കണ്ടോ, യേശുക്രിസ്തുവിലൂടെ നമ്മുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്ക് ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് കണ്ടോ, അന്ന് യേശുക്രിസ്തു വരുന്നതിന് മുൻപുള്ള പ്രവാചകന്മാർ അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ്. അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവ് പ്രവാചകന്മാരിൽ അന്ന് എന്ത് ചെയ്തിരുന്നു? വ്യാപരിച്ചിരുന്നു. ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻപ് കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏത്, എങ്ങനെയുള്ളതെന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. അതായത് യേശുക്രിസ്തു വരുമ്പോൾ ആ ക്രിസ്തുവിലൂടെയുള്ള കഷ്ടങ്ങൾ, ആ കഷ്ടങ്ങൾക്ക് അനന്തരം ദൈവജനത്തിന് വരുന്ന മഹിമയെക്കുറിച്ച്, ശുദ്ധീകരണത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, നീതീകരണത്തെക്കുറിച്ച്, തേജസ്കരണത്തെക്കുറിച്ച് ഒക്കെ യേശുക്രിസ്തു വരുന്നതിന് മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകന്മാർ അവരിൽ വ്യാപരിച്ച ക്രിസ്തുവിന്റെ ആത്മാവിനാൽ അവർ ആരാഞ്ഞ് അന്വേഷിച്ചു നോക്കി. ഹല്ലേലൂയ. ആ സമയം, അതായത് ക്രിസ്തു വരുന്ന സമയം എപ്പോഴാണ് വരുന്നതെന്നും അത് എങ്ങനെയുള്ള കാലഘട്ടത്തിലാണെന്നും പ്രവാചകന്മാർ ആരാഞ്ഞ് അന്വേഷിച്ചു നോക്കി. തങ്ങൾക്കായിട്ടല്ല. ഓ, കണ്ടോ, തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിലൂടെ വരാനുള്ള രക്ഷയെക്കുറിച്ച് ക്രിസ്തുവിന്റെ ആത്മാവിനാൽ അവർ ആരാഞ്ഞ് അന്വേഷിച്ച് നോക്കിയ കാര്യങ്ങൾ വെളിപ്പാടിന്റെ ആത്മാവ് ലഭിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് പ്രവചന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളും പിൻവരുന്ന മഹിമയെ കുറിച്ച് മനസ്സിലാക്കാനും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന തേജസ്കരണത്തെ കുറിച്ച് അറിയുവാനും ഇടയാതീരും. അത് അവർക്ക് ലഭിക്കേണ്ടുന്നതിനാണോ അവർ അന്വേഷിച്ച് നോക്കിയത്? ആർക്ക് ലഭിക്കേണ്ടിയതിന്? ഗ്ലോറി ടു ഗോഡ്. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ. അപ്പോൾ സുവിശേഷം അറിയിക്കണമെങ്കിൽ എന്തു വേണം? സ്വർഗത്തിൽ നിന്ന് അയക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം അറിയിച്ചവർ. അത് ഏത്? പഴയ നിയമ ഭക്തന്മാർ, പ്രവാചകന്മാർ ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളും പിൻവരുന്ന ദൈവസഭയുടെ മഹത്വത്തെയും തേജസ്കരണത്തെയും കുറിച്ച് അവർ ആരാഞ്ഞ് അന്വേഷിച്ച് നോക്കിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാരായിട്ടുള്ള കർത്താവിന്റെ ദാസന്മാർ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് വീണ്ടും വെളിപ്പെടുത്തി കൊടുത്തിട്ടാണ് ജനത്തെ ആത്മാവിന്റെ രക്ഷയിലേക്ക് വിളിച്ചു ചേർക്കാൻ. അങ്ങനെയുള്ള പ്രവാചകന്മാരും അങ്ങനെയുള്ള ശുശ്രൂഷക്കാരും ഈ കാലഘട്ടത്തിൽ ദൈവം പരിശുദ്ധാത്മാവിനാൽ അയച്ചിട്ടല്ലാതെ ജനത്തെ വിശ്വാസത്താലുള്ള നീതീകരണത്തിലും അവരുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഒരുക്കിയെടുക്കുക എന്നുള്ളത് അസാധ്യമാണ്. കർത്താവ് തന്റെ വചനത്തിൽ പറയുന്ന അന്ത്യകാലത്തിൽ എന്ത് സംഭവിക്കും? കള്ളപ്രവാചകന്മാർ കൊണ്ട് നിറയുന്ന അവരോര് ശ്രദ്ധിച്ചുകൊള്ളുക. ഗ്ലോറി ടു ഗോഡ്. വീണ്ടും നമുക്ക് മടങ്ങി ഗലാത്യർ ലേഖനത്തിലേക്ക് തന്നെ നമുക്ക് വരാം. ഹല്ലേലൂയ. 19-ാം വാക്യത്തിലൂടെ വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം
അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തത്. വാഗ്ദത്തം ലഭിച്ച സന്തതി എന്നാണ്, നിത്യജീവൻ എന്ന വാഗ്ദത്തം ലഭിച്ച സന്തതി ക്രിസ്തു വരുവോളം. അത് ഇവിടെ അത് എന്ന് സൂചിപ്പിക്കുന്ന എന്താണ്? ന്യായപ്രമാണം. ലംഘനങ്ങൾ നിമിത്തം മനുഷ്യർ ദൈവത്തോട് ലംഘനങ്ങൾ ചെയ്യുന്നത് തടയുവാൻ. കണ്ടോ, ന്യായപ്രമാണം എന്തിനു കൊടുത്തു? ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും. ഏതിനോട് കൂട്ടിച്ചേർത്തു? വിശ്വാസ നീതീകരണം ലഭിക്കുന്നവർക്കും എന്തുണ്ട്? ന്യായപ്രമാണമുണ്ട്. ന്യായപ്രമാണം നീക്കിക്കളയാനല്ല, നിവർത്തിപ്പാനല്ല അത്രേ ക്രിസ്തു വന്ന്. നമ്മൾ ആ ഭാഗങ്ങളിലേക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഇത് നമ്മൾ കുറച്ച് ആഴ്ചകളായി ഒരേ സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയമായതുകൊണ്ട് അതിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കൊണ്ടുവരുമ്പോൾ അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗ്ലോറി ടു ഗാഡ്. അപ്പോൾ ഇവിടെ നിത്യജീവൻ അവകാശമായി ആകപ്പെട്ടിരിക്കുന്ന ഒരു സന്തതിയുള്ളൂ, അത് ക്രിസ്തുവാണ്. ആ സന്തതി വരുവോളം അത് ഏത്? ന്യായപ്രമാണം ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ എന്ത്? ന്യായപ്രമാണം. 20-ാം വാക്യം, ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല, ദൈവമോ ഒരുത്തൻ മാത്രം. ഇവിടെ ഏകസത്യ ദൈവത്തെക്കുറിച്ച് വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു വാക്യമാണ് 21-ാമത്തെ വാക്യം. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളും അല്ല. ന്യായപ്രമാണം ഒരിക്കലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വിരോധം അല്ല. ഇവിടെ 2 വാഗ്ദത്തമാണ് വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. യഹൂദ ജനതയ്ക്ക് ലഭിച്ചത് ന്യായപ്രമാണം അനുസരിക്കുന്നതിലൂടെ, അതിലൂടെ നിത്യജീവൻ. പുറം ജാതിക്കാർക്ക് ദൈവം കൊടുക്കുന്നത് അബ്രഹാം വിശ്വസിച്ച വിശ്വാസ നീതീകരണത്തിൽ ആ അബ്രഹാമിന്റെ സന്തതിയായ ക്രിസ്തുവിൽ, വാഗ്ദത്ത സന്തതി, നിത്യജീവൻ അവകാശമാക്കിയിരിക്കുന്ന വാഗ്ദത്ത സന്തതിയായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിത്യമായ നരകത്തിലേക്കുള്ള ശിക്ഷയിൽ നിന്നുള്ള വിടുതലും, ന്യായപ്രമാണം അനുസരിച്ചാൽ ലഭിക്കുന്ന നീതീകരണത്തിലൂടെ അതിന്റെ ഫലമായ നിത്യജീവനും വിശ്വാസത്താൽ അവകാശമാക്കുന്ന 2ാമത്തെ കൂട്ടർ. ഗ്ലോറി ടു ഗോഡ്. 21-ാമത്തെ വാക്യത്തിൽ ഒന്നും കൂടെ വായിക്കാം. എന്നാൽ ന്യായപ്രമാണം ദൈവ വാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? അപ്പൊ വാഗ്ദത്തങ്ങൾ എന്ന് പറഞ്ഞ 2 കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്താ? വിശ്വാസ നീതീകരണവും അനുസരണത്താലുള്ള നീതീകരണവും. പ്രമാണം ലഭിച്ചവന് പ്രമാണത്തിലൂടെയുള്ള നീതീകരണവും യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസ നീതീകരണം. ഹല്ലേലൂയ. ഇത് 2ഉം ദൈവ വാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളും അല്ല. അപ്പം പിന്നെ ഇവിടുത്തെ വിഷയം എന്താണ്? അടുത്ത വാക്യം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവും. ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമായിരുന്നു. ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം. എന്തിനെ ജീവിപ്പിപ്പാൻ? ഏദൻ തോട്ടത്തിൽ മരണത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടും ദൈവത്തിങ്കിലേക്ക് ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു പ്രമാണമായിരുന്നു ന്യായപ്രമാണമെങ്കിൽ അത് വാസ്തവമായി നിത്യജീവന്റെ നീതിക്ക് അത് എന്ത് ചെയ്യുമായിരുന്നു? ആധാരമാകുമായിരുന്നു. എങ്കിൽ പിന്നെ വിശ്വാസ നീതീകരണത്തിന് വേണ്ടി പുത്രനെ ക്രിസ്തു എന്ത് ചെയ്യണ്ട? ഭൂമിയിൽ വരേണ്ട ആവശ്യം ഇല്ല. ഇവിടെ പറയുന്ന ന്യായപ്രമാണം എന്തിന് സാധിച്ചില്ല? ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം ആയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവത്തിൽ നീതിക്ക് ആധാരമായ, എന്ത് നീതിക്ക്? നിത്യജീവൻ എന്നുള്ള നീതിക്ക് ന്യായപ്രമാണം ആധാരമാകുമായിരുന്നു. എങ്കിലും വിശ്വസിക്കുന്നവർക്ക്, കണ്ടോ, യഹൂദനാണ് എന്ത് ചെയ്തേ? പ്രമാണം ലഭിച്ചത്. പുറം ജാതിക്കാർക്ക് എന്ത് ലഭിച്ചിട്ടില്ല? പ്രമാണം ലഭിച്ചിട്ടില്ല. പക്ഷെ പ്രമാണം ലഭിക്കാത്തവർ ആരിൽ വിശ്വസിച്ചു? ക്രിസ്തുവിൽ. പൗലോസ് അപ്പോസ്തലനും കൂട്ടരും യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷവുമായിട്ട് കടന്നുപോയപ്പോൾ അവരെ തന്നെ നിത്യജീവൻ എന്ത് ചെയ്തു? അയോഗ്യരാക്കി എണ്ണിയത് കൊണ്ട് അവർ എന്ത് ചെയ്തു? യഹൂദന്മാരിൽ നിന്ന് തിരിഞ്ഞ് ജാതികളിലേക്ക് പുറപ്പെട്ടു. അതുകൊണ്ട് ഞാനും നമ്മൾ ഓരോരുത്തരും രക്ഷ പ്രാപിച്ചു. ജാതികളിലേക്ക് അവർ വരുമ്പോൾ ദൈവം യഹൂദന് കൊടുത്ത പ്രമാണം കൊടുത്തിട്ട് നിങ്ങളും ഇതനുസരിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണോ പറഞ്ഞത്? പ്രമാണത്തെ പൂർത്തീകരിച്ച ക്രിസ്തുവിൽ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക? നിന്റെ ശാപം അവന്റെ മേലായി. ശാപം എന്ന് പറയുന്ന ഒരു ശാപമേ ഉള്ളൂ. ഏതാണ് ആ ശാപം? നിത്യ നരകം എന്ന ശാപം. അത് ദൈവം എന്ത് ചെയ്തു? ക്രിസ്തുവിൽ എടുത്തു കളഞ്ഞു. അപ്പൊ ഇനി ശാപം ഉണ്ടോ? പിന്നെ എന്താണ് ശാപം എന്ന് പറഞ്ഞ് നടക്കുന്നത്? ശാപത്തിന്റെ ബന്ധനം അഴിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നു. ശാപം ക്രിസ്തു അഴിച്ചു കഴിഞ്ഞു. ഗ്ലോറി ടു ഗോഡ്.
നിത്യജീവന് നമ്മൾ അവകാശികളായി തീർന്നിരിക്കുന്നു. 22-ാമത്തെ വാക്യം, എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം. ഇവിടെ പറഞ്ഞ വാഗ്ദത്തം എന്താണ്? നിത്യജീവൻ എന്ന വാഗ്ദത്തം. ഈ ആൾക്കാർ പൊതുവെ വചനത്തിനകത്ത് എവിടെ വാഗ്ദത്തം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവൻ ആവശ്യമുള്ള കാര്യം എന്താണോ അതാണ് അവന്റെ വാഗ്ദത്തം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം എനിക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നു. നൂറുകണക്കിന് ആൾക്കാർക്ക് നൂറുകണക്കിന് വാഗ്ദത്തം കൊണ്ട് എന്ത് ചെയ്യാണ് വരികയാണ്. നീ നൂറുകണക്കുള്ള വാഗ്ദത്തങ്ങളെല്ലാം നീ ഉദ്ദേശിക്കുന്ന വാഗ്ദത്തം തന്നെയാണെന്ന് ശുശ്രൂഷിപ്പാൻ ഇവിടെ വേറെ ആൾ നിൽപ്പുണ്ട്. ഈ രണ്ടുപേർ കുരുടന് വഴികാട്ടി എങ്ങനെയിരിക്കും അതുപോലെ ആവും. രണ്ടും കുഴിയിലും. പ്രിയമുള്ളവരെ, നിങ്ങൾ ഗ്രഹിക്കുന്നതിൽ ശിശുക്കളാകരുത്. ദൈവവചനം ഗ്രഹിക്കുന്നു. ദൈവത്തോട് കർത്താവേ ഞങ്ങൾക്കിത് വെളിപ്പെടുത്തി തരണം. എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെല്ലാം പച്ച മലയാളത്തിലാണ് നമുക്ക് തന്നിരിക്കുന്നു, നമുക്ക് വായിക്കാനാണ്. പക്ഷെ പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരു കുരുക്കും കെട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ ഞാൻ നിനക്ക് വരം എന്തിയിട്ടുണ്ട്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയാനാണ് ദൈവം നമുക്ക് വരുന്നത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. 22-ാം വാക്യത്തിൽ, എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം. എന്താ? നിത്യജീവൻ എന്ന വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടുന്നതിന് തിരുവഴുത്ത് എല്ലാവരെയും പാപത്തിൻ കീഴടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അവിടെ ഉദ്ദേശിക്കുന്നത് യഹൂദ ജനതയും ലോകത്തിലുള്ള ബാക്കി ജനതയും മുഴുവനുമല്ല. കാരണം ബാക്കി ജനതയ്ക്ക് എന്ത് ലഭിച്ചിട്ടില്ല? ദൈവത്തിന്റെ പ്രമാണം ലഭിച്ചിട്ടില്ല. ഇവിടെ എല്ലാവരെയും ഉദ്ദേശിക്കുന്ന ആരെക്കുറിച്ചാ? പ്രമാണം ലഭിച്ച ജനതയെക്കുറിച്ച്. ആ ജനത എന്തിന് കീഴിലായി? ന്യായപ്രമാണത്തിന്റെ കീഴിലായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ന്യായപ്രമാണത്തെ അനുസരിച്ച് അതിന്റെ മകളിൽ വരാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. മകളിൽ വന്നാലേ എന്തുള്ളൂ? നിത്യജീവനോ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ് വാഗ്ദത്തം, നിത്യജീവൻ എന്ന വാഗ്ദത്തം ക്രിസ്തുവേശുവിൽ വിശ്വാസത്താൽ ലഭിക്കേണ്ടുന്നതിന്. ആർക്ക്? യഹൂദനും പുറംജാതിക്കാരനും നിത്യജീവൻ വേണമെങ്കിൽ നീ യഹൂദനായാലും പുറംജാതിക്കാരനായിരുന്നാലും വാഗ്ദത്തം പ്രാപിച്ചിരിക്കുന്ന, നിത്യജീവൻ എന്ന വാഗ്ദത്തം പ്രാപിച്ചിരിക്കുന്ന ക്രിസ്തുവിൽ വരാതെ നിന്റെ ആത്മാവിന്റെ നിത്യരക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. ആരും ആയിക്കോട്ടെ. നമുക്ക് ദൈവം ആ മഹാഭാഗ്യം ചെയ്തു. ഇതാണ് സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ പോലും കുഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നേരത്തെ വായിച്ച് നിർത്തേണ്ട താഴോട്ട് വായിക്കുമ്പോഴൊക്കെ കാണും. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിന്റെ വചനങ്ങൾ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ വെളിപ്പെടുത്തുമ്പോൾ, പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ഇന്ന് നമ്മളിവിടെ ശുശ്രൂഷിക്കുന്ന ഈ ശുശ്രൂഷയെ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ രക്ഷയെക്കുറിച്ച് അവർ ആരാഞ്ഞ് അന്വേഷിച്ച് നോക്കിയിരുന്നോ? അത് തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടത്രേ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ നിത്യജീവൻ എന്ന വാഗ്ദത്തം യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടുന്നതിന് തിരുവഴുത്ത് എല്ലാവരെയും പാപത്തിന് കീഴടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. നിരവധി കാര്യങ്ങൾ വീണ്ടും നമുക്ക് ഈ ഗലാത്യർ എന്നുള്ള പുസ്തകത്തിൽ മാത്രമല്ല എല്ലാ ലേഖന ഭാഗങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ വിശ്വാസ നീതീകരണത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മുൻപിലേക്ക്, ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് താഴ്ന്നിരിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ കർത്താവെ വെളിപ്പെടുത്തി തരണം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ ആ ആത്മാവിനെ വീണ്ടും നേടിയെടുക്കുവാൻ ദൈവത്തിന് മറ്റൊരു പദ്ധതി ഇല്ല. ക്രിസ്തുവേശുവിൽ ഒരുക്കപ്പെട്ട ഏക പദ്ധതിയിൽ ഞാനും നിങ്ങളും വിശ്വാസത്താൽ അടിയുറച്ച് ആയിരിക്കുന്നുവെങ്കിൽ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ പാദപീഠം നമ്മൾ ചുംബിച്ചു കൊണ്ട് ഹല്ലേലൂയ, ഗ്ലോറി ടു കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ സഹായിക്കട്ടെ. ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷാപദ്ധതി എത്ര ശ്രേഷ്ഠമേറിയതാണ്. ഗ്ലോറി ടു ഗോഡ്. കേവലം നശിച്ചു പോകുന്ന ഭൗമികമായ അനുഗ്രഹങ്ങളുടെ പുറകിലല്ല കർത്താവിനെ അനുഗമിക്കേണ്ടത്. നീ സാക്ഷാൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഫിലിപ്പോസ് പറഞ്ഞു, ഫിലിപ്പോസിന് ആ വെളിപ്പാട് കിട്ടുകയാണ്. എല്ലാവരും മിസ്റ്ററിയാണ്. ഗ്ലോറി ടു ഗോഡ്. മർമ്മത്തിനകത്തിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ക്രിസ്തുവിൽ പിതാവിനെ ഫിലിപ്പോസ് കാണും. എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട പദവി. ഈ ലോകത്തിൽ കർത്താവ് ഇറങ്ങി വന്നപ്പോൾ കർത്താവിന് വ്യത്യസ്തമായ രീതികളിലാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. എന്നാലോ ശിഷ്യഗണത്തിൽ ചിലർ ഹല്ലേലൂയ കർത്താവിനെ മനസ്സിലാകും. ക്രൂശീകരിക്കപ്പെട്ടതിന് ശേഷം നമുക്കറിയാം
7 പേരെന്ത് ചെയ്യുന്നു? ഒരാൾ ആദ്യം വെള്ളത്തിൽ ചാടി ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, പുറകെ 6 കൂടെ ചാടി. ഹല്ലേലൂയ. അവർക്ക് അത്രേ കാഴ്ചപ്പാട് ആ സമയത്ത് എന്ത് ചെയ്യുന്നുള്ളൂ, ലഭിച്ചെന്നുള്ളൂ. 2 പേർ എമ്മോസിലോട്ട് പോയി. ഹല്ലേലൂയ. കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ച് ഇവരുടെ പുറകെ പോയാണ്. ഒന്ന് ആലോചിച്ചു. മീൻ പിടിക്കാൻ പോയവർക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. മറുകരയിൽ പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തു ഇവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം. എമ്മോസിലോട്ട് പോയവർ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ച് വർണ്ണിക്കുകയാണ്. ആരോടാ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്? യേശുവിനടുത്ത്. നീ മാത്രം, ഒരുവൻ മാത്രം ഈ കാര്യമൊന്നും, ഈ കാലഘട്ടത്തിൽ നടന്ന സംഭവമൊന്നും അറിയുന്നില്ലയോ? ആ ഒരു മനുഷ്യൻ എന്ത് ചെയ്തിരുന്നു? ഇവിടെ ജീവിച്ചിരുന്നു. എല്ലാവർക്കും കൊള്ളാവുന്നതിനായിരുന്നു. അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു. പക്ഷേ അവൻ എന്ത് ചെയ്തു? എല്ലാവരും കൂടെ ക്രൂശിച്ചു, കൊന്നുകളഞ്ഞു. ഈ സംഭവം നീ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് സംഭവം എല്ലാം കർത്താവിനെ വിവരിച്ചു കൊണ്ട് പോവാണ്. ഹല്ലേലൂയ. അവർ ശുശ്രൂഷ ചെയ്യാണ്. പുനരുദ്ധാനം പ്രാപിച്ച കർത്താവ് കൂടെ നടക്കുമ്പോൾ കർത്താവിനെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുക. കർത്താവിനെ കാണാൻ അവരുടെ കണ്ണ് നിരോധിക്കപ്പെട്ടിരുന്നു. നമുക്കറിയാം, മുമ്പിലോട്ട് അവർ യാത്ര ചെയ്യുമ്പോൾ അവരോടൊപ്പം പാർക്കേണ്ടുന്നതിന് കർത്താവിനെ ക്ഷണിക്കുക. സ്വത്രം. കർത്താവ് ഇല്ല, എനിക്ക് വേറെ ഒത്തിരി കാര്യമുണ്ടെന്ന് പറഞ്ഞു. ഇല്ല, കർത്താവ് അവരുടെ കൂടെ പോവുകയും കർത്താവ് അപ്പം നുറുക്കി കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. അവൻ ആരാണെന്നാണ്. പ്രിയമുള്ളവരെ, കർത്താവ് വചനത്തിലൂടെ തന്നെ നമുക്ക് നുറുക്കി തന്ന് വെളിപ്പെടുത്തി നൽകിയിട്ടല്ലാതെ നമ്മളുടെ നിരോധിക്കപ്പെട്ടിരിക്കുന്ന കണ്ണുകൾ തുറക്കപ്പെടില്ല. കർത്താവ് അപ്പം നുറുക്കി കൊടുത്തപ്പോൾ അവരുടെ കണ്ണു തുറന്നു. അവൻ ആരെന്നറിഞ്ഞു, ക്രിസ്തു ആരെന്നറിഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. രാത്രിയിൽ യാമത്തിൽ അവർ മീൻ പിടിക്കാനായി സ്വന്തം കാര്യങ്ങൾ പിറ്റേ ദിവസവും വിശക്കുമല്ലോ, വല്ലതും കഴിക്കണമല്ലോ. അവർ ഒന്നും കിട്ടത്തില്ല. പക്ഷെ മറുകരയിൽ പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തു കനലിൽ ചുട്ട മീനും അപ്പവുമായി കാത്തിരിക്കുകയാണ്. അവരുടെ വിശപ്പ് കർത്താവിനെ. കർത്താവ് വിളിച്ചു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നു. മനുഷ്യൻ്റെ ആത്മാവിനെ നിത്യരക്ഷയിലേക്ക് ഒരുക്കുന്ന ശുശ്രൂഷയാണ് ഈ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ. കാരണം ഈ ലോകത്തിലുള്ള എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു പോകുമ്പോൾ പൗലോസ് പറഞ്ഞു, ഒരാത്മാവിനെ നേടുമ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ എൻ്റെ കിരീടമായിരിക്കും. സ്വത്രം. ഹല്ലേലൂയ. നിത്യതയ്ക്ക് വേണ്ടി ഒരു ആത്മാവിനെ ഒരുക്കുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ. ചിലരെങ്കിലും തീയിൽ നിന്ന്, നിത്യമായ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വചനങ്ങളിലൂടെ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും ഘനവും എല്ലാം നമ്മുടെ ദൈവത്തിന്. ഹല്ലേലൂയ. കർത്താവ് വിശ്വസ്തൻ. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നമുക്ക് നോക്കാം. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം തൻ്റെ നാളിൽ അത് തികയ്ക്കും. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നമ്മെ ജീവന്റെ മാർഗത്തിലേക്ക് നമ്മെ നയിക്കട്ടെ. നിത്യജീവന്റെ പൂർത്തീകരണത്തിൽ ക്രിസ്തു നമ്മെ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. അതിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം എല്ലാ മഹത്വവും എടുക്കട്ടെ. ആമേൻ.